നമ്മൾ നേരെ പോകുന്നു വയനാട്ടിലേക്ക് നോക്കാം. വയനാട്ടിൽ മഴയുടെ സാഹചര്യം എന്താണെന്ന്. വയനാട് ജില്ലയിൽ മഴക്കെടുതിയെ തുടർന്ന് 28 ദുരിതാശ്വാസ ക്യാമ്പുകളുണ്ട്. 1328 പേരെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. വൈത്തിരി, മാനന്തവാടി, സുൽത്താൻ ബത്തേരി താലൂക്കുകളിൽ വെള്ളപ്പൊക്കമാണ്. മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിലെ ആളുകളെയാണ് മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത്. ജോഷിലയുണ്ട് നമ്മളോടൊപ്പം വയനാട്ടിൽ നിന്ന്. നോക്കാം എന്തൊക്കെയാണ് ഇപ്പോൾ അവിടുത്തെ ഒരു അവസ്ഥയെന്ന്. ജോഷില, ഗുഡ് മോർണിംഗ് ജോഷില. ഇന്നലെ രാത്രി മഴ എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പോൾ രാവിലെ മഴ പെയ്യുന്നുണ്ടോ? ജില്ലയിലെ പൊതുവായ ചിത്രം എന്താണ്? മനു, ഗുഡ് മോർണിംഗ്. മനു, വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ആശ്വാസകരമായ ദിനമായിരുന്നു. ഇന്നലെ രാവിലെ മുതൽ ഇന്ന് പുലരുന്നത് വരെ ചെറിയൊരു ചാറ്റൽ മഴയല്ലാതെ ഏകദേശം ഒരു മഴ മാറിയ ഒരു അവസ്ഥയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെ മുതൽ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്, ശക്തമായിട്ടുണ്ട്. മാനന്തവാടിയിലായാലും ബത്തേരിയിലായാലും അതുപോലെ തന്നെ കൽപ്പറ്റയിലായാലും മഴ ശക്തമായി പെയ്യാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. എന്തായാലും ഇന്നലത്തെ ഒരു മഴ വിട്ടുനിന്നത് ഒരു ആശ്വാസകരമായ കാര്യമാണ്. കാരണം ഉരുൾപൊട്ടൽ ഭീഷണി ഇതൊക്കെ ഉണ്ടാകുന്നത് 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം ശക്തമായ മഴ തുടർച്ചയായി പെയ്താലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. അത് ശക്തി ആർജിക്കുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. എന്നായാലും ഇന്നലെ വളരെ ആശ്വാസകരമായ ദിനമായിരുന്നു. ഇന്നലെ രാത്രിയും മഴ അത്ര ശക്തമായിരുന്നില്ല. ഇന്ന് ഈ 3 താലൂക്കുകളിലും, അതായത് വൈത്തിരി, മാനന്തവാടി അതുപോലെ തന്നെ സുൽത്താൻ ബത്തേരി താലൂക്കുകളിൽ 1328 ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 28 ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. വൈത്തിരിയിലാണ് ഏറ്റവും കൂടുതൽ ക്യാമ്പുള്ളത്. 15 ക്യാമ്പുകൾ വൈത്തിരി താലൂക്കിൽ മാത്രമുണ്ട്. 3 ക്യാമ്പുകൾ സുൽത്താൻ ബത്തേരിയിലും അതുപോലെ തന്നെ 10 ക്യാമ്പുകൾ മാനന്തവാടിയിലും തുറന്നിട്ടുണ്ട്. മാനന്തവാടി ഈ താലൂക്കുകളിലൊക്കെ തന്നെ ക്യാമ്പുകൾ ആളുകൾ സുരക്ഷിതമാണ് എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വയനാട്ടിലേക്കുള്ള യാത്ര പരമാവധി കുറയ്ക്കണം, അത്യാവശ്യക്കാർ മാത്രമേ വയനാട്ടിലേക്ക് വരാൻ പാടുള്ളൂ എന്നുള്ള ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ചുരങ്ങളൊന്നും തന്നെ 3 ചുരവും, കുറ്റ്യാടി ചുരമായാലും പാൽച്ചുരമായാലും താമരശ്ശേരി ചുരമായാലും പേരിയ ചുരമായാൽ പോലും ഒന്നും തന്നെ ഒരു സുരക്ഷിതമല്ല എന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പാൽച്ചുരവും പേരിയ ചുരവും ഇടിയുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ താമരശ്ശേരി ചുരവും കുറ്റ്യാടി ചുരവും അത്ര ഭദ്രമല്ല. അതുകൊണ്ട് തന്നെ പരമാവധി യാത്രകൾ വയനാട്ടിലേക്കും വയനാട്ടിൽ നിന്ന് പുറത്തേക്കുമുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. മറ്റ് വെള്ളക്കെട്ടുകൾ ഇതൊക്കെ തന്നെ ഇന്നലെ മഴ കുറവായതിനാൽ വെള്ളക്കെട്ടുകൾ അല്പം താഴ്ന്നിട്ടുണ്ട്, ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട്. എന്നാൽ വെള്ളക്കെട്ടുകൾ, മീൻപിടുത്തം ഇതൊക്കെ തന്നെ ഒഴിവാക്കണം. ട്രക്കിംഗ് അടക്കമുള്ള വിനോദസഞ്ചാര മേഖലകളിലെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാം തന്നെ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. എന്തായാലും വയനാട്ടിലേക്കുള്ള യാത്രകൾ പരമാവധി കുറക്കണം എന്നാണ് മറ്റുള്ള ആളുകളോട്, മറ്റ് ജില്ലകളിലുള്ള ആളുകളോട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശരിയായാലും അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. കൃത്യമായി പാലിക്കുക എന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ. കാരണം അത്രമേൽ ഗൗരവതരമായ സാഹചര്യമാണ്.